ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പാലക് ചീര. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ പാലക് കറിയാണ് കേട്ടോ. ഇതാ പരിപ്പ് അതിന് വേണ്ടി വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ 2-3 വിസിൽ ചെയ്തു. അതിനകത്ത് 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ. പിന്നെ ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു, പിന്നെ സവാള ഒരു ഹാഫ് സവാള എടുത്തുള്ളൂ, വറ്റൽമുളക് വെച്ചിട്ടുണ്ട്, പാലക് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ചത്. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് കേട്ടോ. ജീരകം ഇടാൻ വേണമെങ്കിൽ, പക്ഷേ എനിക്ക് അങ്ങനെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഈ ഇതിൻ്റെ കൂടെ ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ ജീരകം ഇടാതിരുന്നത്. ഇവിടെ നോർത്തിലൊക്കെ കൂടുതൽ ആൾക്കാർ ഇതുണ്ടാക്കുമ്പോൾ ജീരകം ഇടുന്നത് കേട്ടോ. ഞാൻ സിമ്പിളായി എനിക്കിഷ്ടമുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റണം കേട്ടോ. എനിക്ക് നന്നായിട്ട് വെളുത്തുള്ളി ഇച്ചിരി മൊരിഞ്ഞ രീതിയിൽ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരണവരെ വെയിറ്റ് ചെയ്യുവാണേ. അതിന് ശേഷമാണ് നമ്മൾ സവാള ഇടത്തുള്ളൂ. ആദ്യം ഈ വെളുത്തുള്ളി ഈ വറ്റൽമുളകും കൂടെ നന്നായി വഴന്ന് വരണവരെ ഒന്ന് വഴറ്റി അതൊന്ന് സെറ്റായി വരണം. നല്ല ബ്രൗണിഷ് കളറാവണം, അതാണ് എനിക്കിഷ്ടം. കാരണം അത് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കറിയിൽ. കണ്ടോ, ഈ കളറാവണം. നല്ല വഴന്ന് വന്നു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇടുവാണ് കേട്ടോ. ഒരു സവാളയുടെ ഹാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അധികം ഇടുന്നത് മധുരം വരില്ലേ കറിക്ക്, അത് കാരണം അതെനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം നമ്മൾ ഇച്ചിരി സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ നല്ല വഴന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അങ്ങനെ വേവുന്നതാണ് നല്ലതായി തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചല്ലേ ഉണ്ടാക്കുക. ഇത് എൻ്റെ ഒരു കുക്കിംഗ് ആണ് കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റാകാൻ വേണ്ടി. നമ്മൾ ഈ സാൾട്ടാണ് ഉപയോഗിക്കാറ്, പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അത് എന്താ BP-ക്കൊക്കെ ഇച്ചിരി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, അറിയില്ല. എന്തായാലും നമ്മളതാണ് യൂസ് ചെയ്യാറ്. പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചത് ഇട്ടു. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഉള്ളിയും മുളകിൻ്റെ എല്ലാം എണ്ണയെല്ലാം കൂടെ അതിനകത്തേക്ക് കറക്റ്റ് സെറ്റാകാൻ വേണ്ടി പരിപ്പൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതുവരെ നമ്മളിതിനകത്ത് മസാലയൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് ആകെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേറെ ഒരു മസാലയും തേങ്ങയൊന്നും ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നില്ല, അരച്ചൊഴിക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലെ മുരിങ്ങ ഇല കറിയില്ലേ, പരിപ്പ് മുരിങ്ങ കറി ഉണ്ടാക്കുന്ന സെയിം മോഡലിൽ ഈ പാലക് ചീര ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എളുപ്പമായിട്ട് ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. ഇലക്കറി ആയത് കാരണം കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും സാധാരണ ഇടുന്നേക്കാളും. അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഇളക്കി വെക്കുക കേട്ടോ. രണ്ടും ഒരുമിച്ചിടാറില്ല, കാരണം മഞ്ഞൾപ്പൊടിക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു കുത്തുന്നൊരു ടേസ്റ്റ് കാണും. അപ്പോൾ അതൊന്ന് വഴലാൻ വേണ്ടി ഇങ്ങനെ വെച്ച് അതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഇടുന്നത്. എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇവിടുത്തെ. അത് കാരണം ഞാനത് കുറച്ച് ഇടുന്നുണ്ട്. കാരണം വറ്റൽമുളക് ഓൾറെഡി 2 എണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് താളിക്കാൻ വേണ്ടി അവസാനം താളിച്ചാലും മതി. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമായത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും അവരവരുടേതായ രീതിയിലാണല്ലോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ, അതായത് ചെറിയ സ്പൂണാണ്, അതിന് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് ഇളക്കി വരും കേട്ടോ. ഇനി ഇതൊന്നുമില്ല, ഇത് സിമ്പിളായ കറി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പാലക് ചീര ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് വേവിച്ചാൽ മതി.
പെട്ടെന്നാവുന്ന കറിയാണ് കേട്ടോ. പക്ഷേ ഈ ചീര ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാനുള്ള ടൈമേ ഇതിനാകെ ആവുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ദേ അരിഞ്ഞു വെച്ച ചീര അതിനകത്തിട്ടു. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കത്തില്ല. കാരണം ഈ പരിപ്പിലെ ആ വെള്ളവും പരിപ്പ് വെന്ത വെള്ളം ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചീരയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അത്ര കറി അങ്ങ് ഒത്തിരി വെള്ളമാകുന്നത് എനിക്കിഷ്ടമല്ല. ഇതേപോലെയാണ് കഴിക്കാൻ ഇഷ്ടം. പിന്നെ ടേസ്റ്റും ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് കാരണം ഒരു തുള്ളി പോലും എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല. ചീരയിലെ വെള്ളവും ഈ പരിപ്പ് വേവിച്ച ആ ഇച്ചിരി വെള്ളം മാത്രമേ ഈ കറിക്കകത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് കറിയുടെ ടെക്സ്ചർ ഒരു സെമി സോളിഡ് പോലെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് ചപ്പാത്തിക്ക് നല്ലതാണ്, ചോറിന് നല്ലതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ചോറായത് കാരണം നമ്മൾ ചോറിനുള്ള ഡിഷല്ല, മെയിൻ കറിയായിട്ട് തന്നെ, സൈഡല്ല മെയിൻ കറിയായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈഡ് ഡിഷായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മൺപയർ തോരൻ വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ കട്ട തൈരിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നു. ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ കറി സെറ്റായിട്ടുണ്ടാവും. കാരണം ഇലക്കറിയല്ലേ, വേവാൻ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ ഇത് തുറത്ത് നോക്കുമ്പോൾ ഉണ്ടോ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ മുരിങ്ങയും പരിപ്പും കറി വെച്ച പോലെ ഇല്ലേ, ഏകദേശം അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇത് പാലക് ചീരയാണ്. ഇതിവിടെ ഇഷ്ടം പോലെ കിട്ടുന്നത്. എല്ലാവർക്കും ഇപ്പോൾ അറിയണ്ടാവും, നമ്മുടെ നാട്ടിലും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇതിവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒത്തിരി കിട്ടും. അങ്ങനെയാണ് ഇത്. നമ്മളെപ്പോഴും വിൻ്റർ സീസണിൽ ഇലക്കറികൾ ഇഷ്ടം പോലെ പല ടൈപ്സ് വരും. ഉലുവയില, പിന്നെ കടുകിൻ്റെ ഇല, ഒരുപാട് ഇലകൾ വരും കേട്ടോ. ഇങ്ങനെ പിന്നെന്താ കടലയുടെ ഇല വരും. അതിൻ്റെ എല്ലാ ഇലകളും ഇവിടെ ഈ വിൻ്റർ സീസണിൽ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ നമുക്ക് ചിലതൊന്നും അത്ര ടേസ്റ്റ് വ്യത്യാസം. പിന്നെ ഉലുവയിലൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ അധികം അങ്ങനെ വാങ്ങിക്കാറില്ല. ലീവൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് ഇലക്കറികൾ കൂടുതൽ വാങ്ങിക്കുന്നത്. കാരണം ഇത് കുറേ നേരം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് വേണ്ടേ ഇതെല്ലാം അരിയാനൊക്കെ. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് പോണ ദിവസങ്ങളിലൊന്നും ഇലക്കറികളൊന്നും അങ്ങ് ഉണ്ടാക്കാറില്ല. അപ്പോൾ ദേ കറി നമ്മുടെ ദാൽ പാലക്കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി എടുക്കാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ചോറ് കൂടല്ലേ, ചോറ് കഴിച്ചാലേ തണുപ്പ് കൂടുന്നാണ് പറയുന്നത്. പക്ഷേ ചോറ് കൂടായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഉണ്ടാക്കി ഉടനെ അങ്ങ് കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ്, പാലക്കറി, പിന്നെ പയറിൻ്റെ തോരൻ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.